ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. ഞാൻ രാജേഷ്. 27 വയസ്സുണ്ട് എനിക്ക്. ഒരു ജോലിയും കിട്ടാതെ വായി നോക്കി നടപ്പാണ് എന്റെ പ്രധാന ജോലി. എന്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നാട്ടിൽ പോയിരിക്കുകയാണ്. എന്റെ വീടെന്ന് പറയുന്നത് സാധാരണ 2 നില വീടാണ്. മുകളിലാണ് എന്റെ മുറി. എന്റെ മുറിയിൽ നിന്നാൽ അപ്പുറത്തെ വീട് നന്നായി കാണാം. അപ്പുറത്തെ വീട്ടിലെ വാടകയ്ക്കെടുത്ത ആളുകൾ കഴിഞ്ഞ മാസം ഒഴിഞ്ഞുപോയി. ഇപ്പോൾ അവിടെ ആരുമില്ല, ഒഴിഞ്ഞു കിടക്കുകയാണ്. വീടിന്റെ ഉടമസ്ഥൻ ബാബുച്ചേട്ടൻ എന്റെ നല്ല കമ്പനിയാണ്. പുള്ളിക്കാരന് മധുരയിലാണ് ജോലി. അതുകൊണ്ട് വീട് നോക്കാൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. താക്കോലും എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ച് ഒരു സിഗരറ്റ് വലിച്ചാലോ. ഞാൻ അടുത്തുള്ള രമേശ് ചേട്ടന്റെ കടയിലേക്ക് നടന്നു. അപ്പോഴാണ് വാടക വീട്ടിലേക്ക് ഒരു കാറ് കയറി പോകുന്നത് കണ്ടത്. ആഹാ, വീട്ടിൽ പുതിയ ആള് വന്നോ? എന്റെ ദൈവമേ, നല്ല പീസുകൾ കാണണേ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. വേഗം പോയി ഞാൻ 2 ഗോൾഡ് സിഗരറ്റും ഒക്കെ വാങ്ങി താക്കോലും എടുത്ത് നേരെ വാടക വീട്ടിലേക്ക് പോയി. വീടിന്റെ മുൻപിൽ തന്നെ നിൽക്കുന്നു ഒരു 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആന്റി. ഒരു ചുവന്ന സാരിയാണ് ഉടുത്തിരുന്നത്. ഞാൻ ആന്റിയുടെ അടുത്തേക്ക് ചെന്നു. ആന്റി, ഞാൻ വിളിച്ചു. വാടകയ്ക്ക് വന്നതാണോ? ഞാൻ ചോദിച്ചു. അതേ മോനെ, നീയാണോ രാജേഷ്? ഞാൻ പറഞ്ഞു. അതേ ആന്റി, ഞാൻ താക്കോൽ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ആന്റിയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് വായും തുറന്നു നിൽക്കവേ ഞാൻ താക്കോൽ നീട്ടിയെങ്കിലും കൊടുത്തില്ല. എന്താടാ, എടുക്ക് ആന്റി പറഞ്ഞു. അയ്യോ സോറി ആന്റി. നീ എന്തായി നോക്കുന്നേ? ആന്റി ചോദിച്ചു. അതെ ആന്റി, ഞാൻ ആന്റിയെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതാ. എടാ ചെറുക്കാ, നമ്പർ ഇടല്ലേ. നിന്റെ വീട്ടിൽ ആരും ഇല്ലേ? ആന്റി ചോദിച്ചു. ഇല്ല ആന്റി. ആന്റിയുടെ പേരെന്താ? ഞാൻ പെട്ടെന്ന് ചോദിച്ചു. സിന്ധു. ഒരു കള്ളച്ചിരിയോടെ ആന്റി പറഞ്ഞു. ഇവിടെ അയൽപ്പക്കത്തൊന്നും ആരും ഇല്ലല്ലോടാ. ഇല്ല ആന്റി, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു നാണത്തോടെ ഞാൻ പറഞ്ഞു. അത് കേട്ടതും ആന്റി ഒരു ചമ്മലോടെ ചിരിച്ചു. ആ ചിരിയിൽ ഞാൻ വീണുപോയി. ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകൾ, കൺമഷി എഴുതിയ കണ്ണ്, നീണ്ട മൂക്ക്, നിതംബം മറയ്ക്കുവോളം താഴ്ന്നു കിടക്കുന്ന ഇടതൂർന്ന മുടിയിഴകൾ. ഹോ, ഞാൻ ആസ്വദിച്ചു. അറിയാതെ എന്റെ വായിൽ നിന്നങ്ങ് വീണു. എന്താടാ? ആന്റി എന്നോട് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. ശരി മോനെ, നമുക്ക് കാണാം എന്ന് പറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ച് ആന്റി വീട്ടിലേക്ക് കയറി. ഞാൻ തിരിച്ചു വീട്ടിൽ വന്നിട്ട് ഒരു സ്വസ്ഥതയുമില്ല. ആന്റി എങ്ങനെയെങ്കിലും ഒന്ന് വളയ്ക്കണം എന്ന ചിന്ത എന്റെ മനസ്സിൽ കടന്നുപോയി. ഞാനൊരു സിഗരറ്റ് വലിച്ചിട്ട് പെതുക്കെ ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. വൈകുന്നേരമായപ്പോൾ എന്റെ വീട്ടിലൊരു ബെല്ല് കേട്ടു. ദൈവമേ, ആന്റി ആവണേ അത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആന്റി ആയിരുന്നു. ഞാൻ മോനെ, വീട്ടിൽ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കണം. കുറേ ഉണ്ട്, നീ ഒന്ന് സഹായിക്കാമോ? അയ്യോ ആന്റി, അതിനെന്താ, എനിക്കിവിടെ എന്താ പണി എന്ന് പറഞ്ഞ് വീട് പൂട്ടി ഞാൻ ആന്റിയുടെ വീട്ടിൽ പോയി. നമുക്ക് അടുക്കള ആദ്യം ഒരുക്കാവടാ, ആന്റി പറഞ്ഞു. ശരി ആന്റി, അടുക്കള ആദ്യം ഒരുക്കാം. ഞാനും ആന്റിയും സാധനങ്ങൾ പറക്കാനും ഒതുക്കാനും തുടങ്ങി. അങ്ങനെ എല്ലാം ഒരു സൈഡിലോട്ടെല്ലാം പറക്കി അടുക്കി അടുക്കള ഒരുവിധം ശരിയായി. ആന്റി പറഞ്ഞു. മോനെ, രാത്രി ഡിന്നർ ഇവിടെ ഉണ്ടാക്കാം നമുക്ക്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തല്ലേ നീ. എന്റെ മനസ്സിൽ ലഡു പൊട്ടി. ആ ശരി എന്റെ ആന്റി. എന്റെ ആന്റിയോ? ആന്റി ചോദിച്ചു. അല്ല, ഇത്രയും ഹെൽപ്പ് ചെയ്ത സ്ഥിതിക്ക് അങ്ങനെ വിളിച്ചാൽ കുഴപ്പമുണ്ടോ? ഞാനൊരു പരുങ്ങലോടെ ചോദിച്ചു. ആന്റി ഒന്ന് മൂളി. നീ ബിയർ കഴിക്കുമോടാ? പിന്നില്ലേ, ഞാൻ ഗ്ലാസ് എടുത്തോണ്ട് വരട്ടെ? അയ്യോ, എല്ലാം ഇവിടെ ഉണ്ടടാ ഇർക്ക, നീ പോകണ്ട. ആ ഓക്കെ ആന്റി. ആന്റി പോയി 2 ബിയർ കൊണ്ടുവന്നു. എന്നിട്ട് ആന്റി ഒരെണ്ണം കടിച്ചു പൊട്ടിക്കാൻ നോക്കി. എന്റെ കയ്യിൽ താ ആന്റി, ഞാൻ തുറക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആന്റിയുടെ കയ്യിൽ നിന്നും ബിയർ വാങ്ങുമ്പോൾ എന്റെ കൈ അറിയാതെ ആന്റിയുടെ കയ്യിൽ ഒന്ന് ടച്ചായി. എന്റെ ശരീരമാകെ കോരിത്തെരിച്ചു. ആന്റി കടിച്ച ആ ബിയർ ഡപ്പിൽ ഞാൻ എന്റെ പല്ലുകൊണ്ട് കടിച്ചു തുറന്നു. ഹാ, എന്തൊരു മധുരം! ഞാൻ മനസ്സിൽ പറഞ്ഞത് അറിയാതെ പുറത്തു കേട്ടു. എന്താ, എന്തു മധുരം? ആന്റി ചോദിച്ചു. അതല്ല, ഈ ബിയറിന് മധുരം കാണുമോ എന്ന്. അതെങ്ങനെയാടാ? അല്ല, ആന്റി തന്നതുകൊണ്ട്. ഓഹോ, നീ കൊള്ളാമല്ലോടാ.
ഞാൻ ചെറുതായി ഒന്ന് മൂളി. ഞാൻ 2 ബിയർ അതുപോലെ പൊട്ടിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ ചേഴ്സ് പറഞ്ഞു. പകുതി ബിയർ ആർത്തിയില്ലാതെ കുടിച്ചു. നീ പകുതിയായോ എന്ന് ചോദിച്ചുകൊണ്ട് ആന്റിയും വേഗം കുടിച്ചു. 1 ബിയർ കഴിഞ്ഞപ്പോ എനിക്ക് ചെറിയ മൂടായി. ആന്റി ആണെങ്കിൽ ചെറിയ ഫിറ്റും. ഞാൻ ചോദിച്ചു, ആന്റി കല്യാണം കഴിച്ചതാണോ? ഇല്ലടാ, ഇപ്പോ ഇല്ല, ഡൈവേഴ്സായി. അതെന്താ? ഞാൻ ചോദിച്ചു. അതൊന്നും ഇല്ലടാ, ആന്റി പറഞ്ഞു. ആന്റിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ടോപ്പിക്ക് മാറ്റി. ഞാൻ ആന്റിയുടെ അടുത്ത് പോയിരുന്നു. ടേബിളിൽ ഇരുന്ന ഒരു മാസിക മറിച്ച് നോക്കി. ആന്റി പറഞ്ഞു, എടാ, വല്ലതും കഴിക്കാൻ ഞാൻ അടുക്കളയിൽ പോയി എടുത്തോണ്ട് വരാം. ആ ശരി ആന്റി. ആന്റി പെതുക്കെ അടുക്കളയിലേക്ക് നടന്നു. ആന്റിയുടെ ആ അന്നനട കണ്ട് ഞാനിങ്ങനെ കോരിത്തരിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് കാണും ആന്റി 2 പ്ലേറ്റിൽ മുട്ട ഓംലെറ്റുമായി വന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു. പെട്ടെന്ന് മാസികയിൽ വന്ന ഒരു ഫോട്ടോ ആന്റിക്ക് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ആന്റി ഇതുപോലെ സുന്ദരിയാണ്. ഓ പിന്നെ ഒന്ന് പോയടാ, ആന്റി പറഞ്ഞു. ഞാൻ അത്രയ്ക്ക് സുന്ദരിയാണോ? ആണോന്നോ? എന്റെ പൊന്നോ, ആന്റി ഇതിനേക്കാൾ സുന്ദരിയാണ്. ഞാൻ പറഞ്ഞു മുഴിപ്പിക്കുന്നതിന് മുൻപ് ആന്റി എന്റെ കയ്യിൽ കടന്നു പിടിച്ചു. എന്റെ മുഖത്തേക്ക് സ്നേഹവും നാണവും കലർന്ന ഭാവത്തോടൊന്ന് നോക്കി. അപ്പോഴാണ് മുറ്റത്ത് ഒരു ആക്റ്റീവയുടെ ശബ്ദം കേട്ടത്. ആന്റി പെട്ടെന്ന് ബിയർ കുപ്പി എടുത്ത് മാറ്റിവെച്ച് പുറത്തേക്ക് ചെന്നു. ഞാനും ആന്റിയുടെ പുറകെ ചെന്നു. കടയിലെ രമേശണ്ണന്റെ ഭാര്യ വസുമതി ചേച്ചി വാടകക്കാരെ കാണാൻ വന്നത്. ഞാൻ ചോദിച്ചു, ആഹാ, ആരാ ഇത്? വസുമതി ചേച്ചിയോ? ആന്റി അറിയുമോ? ഇതാണ് കടയിലെ രമേശണ്ണന്റെ ഭാര്യ വസുമതി ചേച്ചി. നിങ്ങൾ പരിചയപ്പെട്, സംസാരിച്ചിരിക്കെ, ഞാൻ വീട്ടിൽ വരെ ഒന്ന് പോയിച്ചു വരാം. ഞാൻ അങ്ങനെ പതുക്കെ എന്റെ വീട്ടിലേക്ക് നടന്നു. ഞാൻ വീട്ടിൽ ചെന്ന് സിറ്റ് ഔട്ടിൽ കയറി കുറച്ചു നേരം ഇരുന്നു. അപ്പോഴും എന്റെ മനസ്സ് നിറയെ ആന്റി എന്തിനായിരിക്കും എന്റെ കയ്യിൽ പിടിച്ചത്? അത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ഒന്ന് ബാത്റൂം വരെ പോയാലോ? ഇതൊക്കെ ചിന്തിച്ച് കുറച്ചു നേരം ഞാൻ അവിടെ തന്നെ ഇരുന്നു. വേണ്ട, ആന്റിയുടെ വീട് വരെ ഒന്നും കൂടി പോകാം, എന്താണെന്നറിയാമല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ആന്റിയുടെ വീട്ടിലേക്ക് ചെന്നു. ചെന്നപ്പോഴത്തേക്കും വസുമതി ചേച്ചി പോയിരുന്നു. ആന്റി ചോദിച്ചു, എന്തിനാടാ നീ ഇപ്പൊ വീട്ടിലേക്ക് ഓടിയത്? ഓ ഒന്നുമില്ല ആന്റി, വെറുതെ പോയതാ. അല്ലല്ലല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആന്റി ഒരു കള്ളച്ചിരിയോടുകൂടി പറഞ്ഞു. എന്ത്? ഞാൻ ചോദിച്ചു. കയറി വാ നീ. ആന്റി പോയി TV ഓൺ ചെയ്ത് വന്ന് സെറ്റിയിലിരുന്നു. ബാടാ, ഇവിടെ ഇരിക്കെ, നമുക്ക് കുറച്ചു നേരം TV കാണാം. അങ്ങനെ ഞാനും പോയി ആന്റിയുടെ അടുത്തിരുന്ന് TV കണ്ടുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് കാണും ആന്റി TVയിൽ ലയിച്ചിരിക്കുകയാണ്. നല്ല മൂടാണെന്ന് തോന്നുന്നു ആന്റിക്ക്. എനിക്കാണെങ്കിൽ ആകെ പേടിച്ച് ഭയന്നിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ പറഞ്ഞുകൊണ്ട് ആന്റി എന്റെ തോളിലോട്ട് അങ്ങ് ചാഞ്ഞത്. ഞാൻ പേടിച്ച് ആന്റിയെ ഒന്ന് നോക്കി. ആന്റി എന്നെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ചുണ്ട് കടിച്ചു കാണിച്ചു. പിന്നെ അവിടെ അരങ്ങേറിയത് ഇവിടെ വിവരിക്കാൻ പറ്റില്ല.